സൈഫ് സൈനുലാബ്ദീൻ നമ്മോടൊപ്പം ചേർന്നു. സൈഫ്, ആറ്റിങ്ങൽ എന്താ പ്രശ്നം? എന്താ ആറ്റിങ്ങലിൽ 6 ലക്ഷം വോട്ടാണ് നിഷാദ് ഇതുവരെ എണ്ണിത്തീർന്നിട്ടുള്ളത്. ഇനി 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ എണ്ണാനുണ്ട് എന്നുള്ളതാണ് ആറ്റിങ്ങലിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും എന്ന് പ്രവചന സ്വഭാവത്തിൽ പറയാൻ കഴിയാത്ത തരത്തിൽ അത്രയും ടൈറ്റ് ഫൈറ്റ് ആറ്റിങ്ങലിൽ ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ഗംഭീരമായ മത്സരം നടന്നത് ആറ്റിങ്ങലാണ്, ത്രികോണ പോരാട്ടം നടന്നത് ആറ്റിങ്ങലിലാണ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് വോട്ടിന്റെ എണ്ണം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 1603 വോട്ടുകൾക്കാണ് ഇപ്പോൾ അടൂർ പ്രകാശ് അവിടെ ലീഡ് ചെയ്യുന്നത്. ഇനി എണ്ണാനുള്ളത് ഏതാണ്ട് 6 ലക്ഷത്തിൽ പരം 3 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് എണ്ണാനുള്ളത്. UDF-ന്റെ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ വോട്ടെണ്ണാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഏത് പാർട്ടി ജയിക്കും, ഏത് മുന്നണി ജയിക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ അത്രയും ടൈറ്റ് മത്സരമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. നിഷാദ്, ഇതിൽ നിഷാദ് ഞാൻ ദേശീയ തലത്തിലൊരു കാര്യം പറയുകയാണെങ്കിൽ BJP-ക്ക് സ്വന്തമായി എത്ര സീറ്റുകൾ കിട്ടുന്നു എന്നുള്ളത് ഒരു അപ്ഡേഷൻ നമുക്ക് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് നമ്മുടെ PCR നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം BJP-യുടെ കരുത്ത് എത്രത്തോളം ചോർന്നു പോകുന്നു എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ജനവിധിയുടെ ഒരു സ്വഭാവം നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരേ ഒരു പാർട്ടി BJP ആണ് എന്നുള്ളത്. കാരണം അവരുടെ സഖ്യകക്ഷികൾക്ക് വലിയ ഇടിവിടായിരുന്നു. ഓഫ് കോഴ്സ് ശിവസേന ഒരു പാർട്ടി മാത്രമായി ചുരുങ്ങി എന്നുള്ള സംഗതി അവിടെയുണ്ട്. മറ്റ് കക്ഷികൾ അവരോടൊപ്പം ഇല്ല. അകാലിദൾ ഉൾപ്പെടെ അവിടുന്ന് വിട്ടുപോയി എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ BJP അവരുടെ തന്നെ ഭരണം കൊണ്ടുണ്ടായിട്ടുള്ള രോഷത്തിൽ അവർ താഴേക്ക് പോവുകയാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 303 സീറ്റിൽ നിന്ന് അവർ ഏതാണ്ട് 240 സീറ്റുകളിലേക്ക് ഒക്കെ തന്നെയാണ് താഴേക്ക് പോന്നിരിക്കുന്നത് എന്ന് കാണുക. NDA-ക്ക് ആവട്ടെ 352 ആണോ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് 57 സീറ്റോളം അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ചിത്രം. അതുകൊണ്ട് NDA-ക്കെതിരായ, നരേന്ദ്രമോദിക്കെതിരായ, BJP-ക്കെതിരായ ഒരു ജനവിധി എന്ന് പറയേണ്ടി വരും. പക്ഷേ അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോഴത്തെ നിലയിലുണ്ട്. അത് ഒരു കോംപ്രമൈസ്ഡ് റൂൾ ആയിരിക്കണം, ഒരു ഗവർണൻസ് ആണ് അവർക്ക് നടത്താൻ കഴിയുക. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.